മാന്യമഹാജനങ്ങളെ, പല സമയങ്ങളിലും ഈ വോയിസ് കിടന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടും ഇടയിൽ പനി പിടിച്ചതുകൊണ്ടും പല പക്ഷികളുടെയും പ്രാണികളുടെയും ചിലപ്പോൾ ഇവരുടെ സൗണ്ട് ആയിരിക്കില്ല അവരുണ്ടാവുക, അവന്റെ സൗണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ഇവർ വന്നിട്ടുണ്ടാവും. ക്ഷമിക്കുക, ഇഗ്നോർ ഇറ്റ്. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്തിനാ? മിത്ര മിത്ര പണ്ടാരിടങ്ങാൻ വേണ്ടിട്ട് എത്തിയ ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലോ. ഫ്രഷേഴ്സ് വരുന്നതിന്റെ ആവും കൊച്ചു കള്ളൻ. ഡാ സഞ്ജു, നീ നിർത്തിക്കോ. ഞാനേ എച്ചോടി വിളിച്ച് രാവിലെ വരാൻ പറഞ്ഞിട്ട് കളിപ്പി നിൽക്കുക, എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. ഓ മൈ ഗോഡ് ബ്രോ, ചിൽ. ചൂട്ടത്ത് നീ ഇങ്ങനെ ചൂടാവല്ലേ. നീ വാ, നമുക്ക് ക്യാൻറ്റീന്ന് നല്ലൊരു ചായയും മസാല ദോശയും കഴിക്കാം. എന്നാ മഞ്ജുവക്ക, എവിടെ വേലയെല്ലാം പോകുത്? என்னத்த நான் சொல்றது, இந்த மாதிரி அளவிலாதீங்க, இங்க பைசா கொடுக்காம சாப்பிட்டுதான் என் கடை கடத்தில போகுது. ചോദിക്കണ്ടായിരുന്നു. മഞ്ജുവക്ക, 2 ചായ 2 പ്ലേറ്റ് മസാല ദോശ പോതും, അത് പോതും. ഇതൊന്നും വലിയ സീനില്ലടാ. അല്ല മഞ്ജുവക്ക, മഞ്ജുവക്കാക്ക് എന്തായാലും മാസം 2500 വെച്ച് കിട്ടുമല്ലോ. അതെന്താടാ മാസം 2500 വെച്ച്? എടാ, അവിടത്തെ CM ആരാ മോൻ? 2500 രൂപ മാസം സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ലേ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് വയ്യ. ഉങ്ക വിജയോടെ. ஏப்பா, நீ குடுக்க வேண்டிய பணத்தை கொடுத்துட்டு மூடிக்கிட்டு சாப்பிடு. வர போற காசு கூட வராம ஆக்கிடுவேன் போல. ഓഹോ, 2 കൂടെ വന്നിട്ടിരുന്ന് തിന്നെയാണല്ലേ എനിക്ക് തരാതെ. ഓ വന്ന് ഇങ്ങനെ മണത്തറിഞ്ഞു വരികയാണോ? മണത്തറിയാൻ ഇങ്ങനെ ഒരു പട്ടിയാ. നിങ്ങൾ എന്നെ പട്ടീന്നോ പൂച്ചേന്നോ എന്ത് വേണേ വിളിച്ചോ. മഞ്ജുക്ക, എനിക്കിവിടെ ഒരു പ്ലേറ്റ് മസാല ദോശ. ഇവന്റെ പറ്റില്ലേ? എന്താണിത്? തീറ്റയ്ക്ക് പറ്റു തീർക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരുമോ? അതിന് നിനക്കായ ലോണ് തരാൻ നിന്നെ വിശ്വസിച്ച് പെണ്ണ് പോലും തരത്തില്ല, പിന്നെയാ ലോണ്. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഫ്രഷേഴ്സ് വരുന്ന ദിവസമാണ്. പുതിയ പിള്ളേരെ നമ്മുടെ ഡാൻസ് ഗ്രൂപ്പിൽ ചേർക്കണം. നവംബറിന്റെ വലിയ പ്രോഗ്രാം വരുന്നതാ. നമ്മുടെ കോളേജ് ആയിരിക്കണം ജയിക്കേണ്ടത്, അതെനിക്ക് മസ്റ്റാ. അതിനെന്തിനാണ് ഇപ്പൊ പേടിക്കാൻ നിക്കുന്നേ? ഇവൻ പഠിപ്പിക്കുമല്ലോ. ഇവനാര്? പ്രഭുദേവയുടെ കൊച്ചുമോനല്ലേ. എടാ മലരെ, നീ അണ്ണാക്കി കുത്തിക്കിട്ടുന്ന മസാല ദോശല്ലേ, അത് വാ അടച്ചിട്ട് അങ്ങ് മുറിഞ്ഞാ മതി. നീ എന്നെ ഉണ്ടാക്കാൻ വരണ്ട. വാ മൂടിട്ട് എങ്ങനെ തിന്നാനാണ് ബൈ? കുത്തിക്കേട്ടാൻ പല വഴികളുണ്ടടാ, ഞാൻ കാണിച്ചുതരാം. ഓക്കെ ഫൈൻ, ഞാൻ ഇനി സംസാരിക്കുന്നില്ല. എടാ, ഞാൻ പറയുന്നത് നിങ്ങളത് കേക്ക്. ഇതിപ്പോ എന്തായാലും 2 വർഷം ആയില്ലേ. ഇനിയൊക്കെ സ്റ്റേജിൽ കയറി കളിക്കാലോ നിനക്ക്. എല്ലാം അറിഞ്ഞിട്ട് ഒരുമാതിരി മറ്റേടത്തെ സംസാരിക്കുമ്പോഴാ ഞാൻ പോവാ. കഴിച്ചിട്ട് പോടാ ഇഷാനെ. കഴിച്ചിട്ട്. പുല്ല് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു മനുഷ്യ? നിങ്ങൾ അവനെക്കാളും മുമ്പ് ഈ കോളേജിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നവനല്ലേ? നിങ്ങൾക്ക് അറിയില്ല ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. വെറുതെ എന്തിനാ അവന്റെ വായിന്ന് കേൾക്കാൻ നിൽക്കുന്നേ? പുല്ല് ഏത് നേരത്താണോ എനിക്ക് ചോദിക്കാൻ തോന്നിയേ. എനിക്കൊരു ചോക്ലേറ്റ് ഷേക്ക്, ഇവൾക്കൊരു സ്ട്രോബെറി ഷേക്ക്. ആരെങ്കിലും ഇരിക്കുന്നതിനുള്ളിൽ നമുക്ക് ആ സീറ്റിൽ പോയിരിക്കാം. ബാ. വെയിറ്റ്, ഞാൻ എന്റെ പുതിയ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടമായി. ഞാൻ നാളെ ഇത് റീൽ എടുത്തിടും. ഫ്രഷർ ആണെന്ന് തോന്നുന്നു. ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഒന്ന് മുട്ടിയാലോ? അയ്യേ, കാമകൊടൂര, കാമശുപ്ല. പ്രായമായില്ലേ മനുഷ്യ നിങ്ങൾക്ക് മുട്ടാനൊക്കെ? കടി കൂടുതലാണെങ്കിൽ വല്ല കല്ലിലിട്ടായിരിക്കും മനുഷ്യ. എടാ, ആ മുട്ടനല്ലടാ തെണ്ടി. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചെയ്യണമെന്ന് ചോദിക്കാന്ന കാര്യം ഉദ്ദേശിച്ചേ. ഓ അതായിരുന്നു. എന്നാ പിന്നെ ചെന്ന് ചോദിക്ക്. ഞാൻ ക്ലാസ്സിൽ പോകുന്ന ആ ചെറുക്കനോട് ഒറ്റയ്ക്കായിരിക്കും. എക്സ്ക്യൂസ് മീ,
ഫസ്റ്റ് ഇയർ ആണോ? ആ അതെ ചേട്ടാ. എന്തേ? എന്റെ പേര് വിശ്വ. ഞാൻ നിങ്ങളുടെ സീനിയർ ആണ്. കോളേജ് പാസ് ഔട്ട് ആണെങ്കിലും ഞാൻ ഇവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഞങ്ങൾക്കൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്. അതിലെ ലീഡറാണ് ഞാൻ. കുട്ടി ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്ന കണ്ടു. അപ്പോ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വന്ന് ചേരാം. അയ്യോ ചേട്ടാ, എനിക്ക് അത്രയ്ക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. ഞാനിങ്ങനെ ചെറിയ റീൽസ് ഒക്കെ എടുത്ത്. മോൾക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് വേണമെന്നൊന്നുമില്ല. മോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഞങ്ങളെ നോക്കിക്കോളാം. പിന്നെ നിങ്ങളുടെ സ്റ്റഡീസിനൊന്നും ഒരു പ്രോബ്ലം വരില്ല. അതെന്റെ ഗ്യാരണ്ടിയാണ്. ഞാൻ എന്തായാലും നോക്കിയിട്ട് തീരുമാനം എടുത്ത് ചേട്ടനെ അറിയിക്കാം. മതി മതി, മെല്ലെ മതി. 1 വീക്ക് സമയമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പൊ മോൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മോള് മറ്റേ സെക്കൻഡ് ഫ്ലോറുള്ള ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നാൽ മതി. അവിടെ വന്ന് പേര് തന്നാൽ മതി. ഞാനവിടെ ഉണ്ടാവും. ആ ഓക്കെ ചേട്ടാ, താങ്ക് യു. എടി, നീ ഇപ്പോ ഡാൻസ് ട്രൂപ്പിൽ ചേരാൻ പോകണോ? പിന്നെ എന്റെ പട്ടി എന്ന് ചേരും. അവനെ മൂഞ്ചി കണ്ടാലും മതി, ഒരു കള്ള ലക്ഷണം. അങ്ങേരുടെ ഒരു മോളെ വിളി. ഞാൻ എന്താ അങ്ങേരുടെ മടിയിൽ കിടന്ന് വളർന്നാണോ? കുത്തമ്മീനാറിന്റെ പൊക്കമായിട്ട് വന്നിരിക്കാ പെണ്ണുങ്ങളെ വീട്ടാൻ. അയ്യോ ശ്രീഷ, പിന്നാലെ നോക്ക്, പിന്നാലെ. എന്തോന്ന് പിന്നാലെ നോക്കാൻ? ഞാന് കോണ്ടാക്ട് നമ്പർ തരാൻ വന്നതാ. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? പട്ട് ചെയ്തെന്ന് പറഞ്ഞു. അഡ്മിഷൻ എടുക്കട്ടെ. അയ്യോ ഓടിക്കോടി. സോറി ഏട്ടാ, എന്നെ ഒന്നും ചെയ്യില്ല. വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളും ഉള്ളത്. അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. ലവർ പോലും ആയിട്ടുള്ള. അപ്പൊ തന്നെ എനിക്ക് കാലനെ കാണാൻ ഒരു ആഗ്രഹമില്ല. പ്ലീസ്, താങ്ക് യു, സോറി, ബൈ. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? എന്താണ് കാരണവരെ? മുഖത്തൊരു വൈക്ലഭ്യം. ആ പെണ്ണ് ചേരില്ല എന്ന് പറഞ്ഞ. എടാ, ചേരില്ല എന്ന് പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. അവൾ എന്താ പറഞ്ഞെന്നറിയോ? അവളെ ഞാനൊന്ന് മോളേന്ന് വിളിച്ച്. അപ്പൊ അവള് പറയാ, എന്റെ മടി കിടത്തിയിട്ടാണോ അവള് വളർന്നേന്ന്. അത് മാത്രല്ല, എന്നെക്കാളും കുത്തപ്പില്ലാത്ത പൊക്കമുണ്ട് ഇത്ര. കൊള്ളാലോ, ഫസ്റ്റ് തന്നെ പെണ്ണ് സ്കോർ അടിച്ചല്ലോ. എന്റെ പൊന്ന് കാരണവര്, നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞതാ, ഈ തട്ടിക്കൂട്ടി കേട്ടി വെക്കല്ലേ ബസ്സിലാന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പേടിക്കുന്ന്. 3-4 വയസ്സ് കൂടിയ പെണ്ണിനെ മോളേന്ന് വിളിച്ച പിന്നെ വല്ല ഷുഗർ ഡാഡി ആണെന്ന് കരുതിയില്ല എന്റെ വിശ്വച്ചാ. മതിയടാ, ഇനി എനിക്കിട്ട് ഉണ്ടാക്കല്ലേടാ. ഇഷാൻ എന്തേ? എന്റെ വിശ്വച്ചാ, അവൻ നിങ്ങളെക്കാളും വലിയ പൊട്ടൻ. അവിടെ നിന്ന് പിണങ്ങി ഇങ്ങോട്ട് വന്നല്ലോ എന്ന് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വന്നാ, ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞവൻ ഇങ്ങോട്ട് പോയി. ഇവനാര് ഡോറയാ തെണ്ടി തിരിയാൻ? ഇനിയിപ്പോ നമ്മളെങ്ങോട്ടാ പോന്നേ? ഡോറിനെ കണ്ടുപിടിക്കാൻ. നമ്മളെങ്ങോട്ടാ പോന്നേ? ഡോറിനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു പോവാ. എനിക്ക് ഏത് ഗ്രൂപ്പിലാ പോണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പെൺകോന്നന്റെ ഗ്രൂപ്പ് വേണ്ട. എനിക്ക് ആ ചേട്ടൻ പാവമായിട്ടായി തോന്നി. നീ ആവശ്യമില്ലാതെ അങ്ങേരെ അതും ഇതും പറഞ്ഞേ. അതെ, ഫസ്റ്റ് ഇയർ പിള്ളേരാണോ? ആ ചേട്ടാ, ഫസ്റ്റ് ഇയറാ. എന്തേന്നാ സീനിയേഴ്സ് വന്ന് എഴുന്നേക്കണമെന്ന് അറിയില്ലേ? കാണുമ്പോ എഴുന്നേക്കാൻ. താൻ ഇവിടുത്തെ പ്രിൻസിപ്പളൊന്നുമല്ലല്ലോ, സ്റ്റുഡന്റ് അല്ലേ? ഓഹോ, എഴുന്നേക്കടി. പറ്റത്തില്ല ഡീ, ഏട്ടാ പ്ലീസ്, അവളെ ഒന്നും ചെയ്യില്ലേ. വാ അടച്ചൊരു മൂലയ്ക്ക് നിന്നോണം. ഡാ വേണ്ട, പ്രിൻസി അറിഞ്ഞ മാറി നിക്കട അങ്ങോട്ട്. അവന്റെ ഒരു പ്രിൻസി. കൊയ്യെന്ന് വിടാല്ലേ പറഞ്ഞ. ഇടിച്ചെന്റെ ഷേപ്പ് മാറ്റി ഞാൻ. ആണോ? ഇടിക്കോ? ഇടിക്കടി നീ. ഡീ, നീ എന്നെ തല്ലുമല്ലേ? ഡാ അലനെ, അവളുടെ കൈന്ന് വിട്. ഈശാനെ, നീ ഇതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. നിന്നോട് അവളുടെ കൈ വിടാനാ ഞാൻ പറഞ്ഞേ. ഓഹോ, ആരുടേത്? നിന്റെ പുതിയ സെറ്റപ്പ് ആണോ? ഉള്ളതൊന്നും പോയല്ലോ, പുതിയത് പിടിച്ചായിരിക്കും അല്ലേ? Stop it! I said stop it! Ishan and Alan, come to my office right now. എന്താ ഇവിടെ പ്രശ്നം? മഞ്ജു കാക്കല്ലോ സാറേ, എന്താ പ്രശ്നം? എടാ സഞ്ജയ്, നിന്റെ പാരന്റ്സ് ഇവിടെ നിന്നെ അയച്ചിരിക്കുന്നത് പഠിക്കാനാണ്, അല്ലാതെ തിന്നു മുടിക്കാനല്ല. ഓടാ ക്ലാസ്സിക്ക്. എന്റെ അമ്മോ, വിശ്വച്ചാ വിട്ടോ. പ്രിൻസി കട്ട കലിപ്പില്ല. വാ. സോ ഇനി എന്താണ് രണ്ടും കൂടെ ന്യായീകരിക്കാൻ പോണത്? സർ, അവളാണ് എന്നെ ആദ്യം ഇടിച്ചത്. ദെൻ നീ അവളെ തിരിച്ചടിക്കാൻ നോക്കി. അപ്പൊ ഞങ്ങള് കംപ്ലൈന്റ്സ് പറയാൻ വേണ്ടി ഇരിക്കുന്നത് വെറുതെ. യു ആർ സസ്പെൻഡഡ് ഫോർ 10 days. പാരന്റ്സിനെയും കൊണ്ട് വന്നിട്ട് ചേർന്നാ മതി. യു മേ ലീവ് നൗ. ഡാ, എന്താ പറഞ്ഞേ? എന്റെ പൊന്ന് സാറേ, ക്ലാസ് കഴിഞ്ഞു മുമ്പ് വീട്ടിക്ക് തൈര് വാങ്ങണമെന്ന് പറഞ്ഞത്. എന്റെ അമ്മോ. ഈശാൻ,
എല്ലാ വയ്യാവേലിയും തലയിലെടുത്തേക്ക് നീ ആരാടാ, സൂപ്പർ സ്റ്റാറോ വല്ലതാണോ? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത് നിന്റെ സ്റ്റഡീസിലെ ഗ്രേഡ്സ് ലോ ആണ്, അറ്റൻഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഞാനിപ്പോ സസ്പെൻഷൻ തരാത്തത്. ഇനി മേലാലെങ്കിലും വല്ലതും പഠിക്കാൻ നോക്ക്, കുറച്ച് സോഷ്യബിൾ പേഴ്സൺ ആയിട്ട് നിൽക്കാൻ നോക്ക്. ഐ നോ യുവർ സിറ്റുവേഷൻസ് ആൻഡ് ഫീലിംഗ്സ്, ബട്ട് നിന്നെ എന്നെ വിശ്വസിച്ചാണ് നിന്റെ പാരന്റ്സ് വിട്ടിരിക്കുന്നത്. ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. യു മേ ലീവ് നൗ. സോറി ഫോർ ദ ട്രബിൾ സർ. ഐ വുഡന്റ് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു. ഹായ്, എന്താ അത്ര ലേറ്റ് ആയേ? എന്താ? അതല്ല, സോറി പറയാൻ വന്നതാ. ഞാൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചേ. ഇറ്റ്സ് ഓക്കെ. അവനൊന്ന് പൊട്ടിക്കണമെന്ന് ഞാൻ നേരത്തെ കരുതിയതാ. പിന്നെ നീ അവനിട്ടൊന്ന് കൊടുത്തല്ലോ, അത് നന്നായി. മറ്റുള്ള ഗേൾസിന് കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. ഇവന്മാരുടെ ഒക്കെ ഒരു വിചാരണ്ട് ഈ പെണ്ണുങ്ങളെ താഴ്ത്തി കാണിച്ചാലേ ആണത്തോ എന്ന്. അതെന്തായാലും മാറിക്കിട്ടി. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ നല്ല ബെസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോളേജിൽ. കൊള്ളാം, കീപ് ഇറ്റ്. അതെ, ഒരു മിനിറ്റ്. എന്താ? അത് പിന്നെ ദേ, നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിന്നെ കുറച്ച് പൊക്കി പറഞ്ഞെന്നൊക്കെ പറഞ്ഞ പേരെന്താ, ഫോൺ നമ്പർ എന്താന്ന് ചോദിച്ച് പിന്നാലെ ചുറ്റാനാണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അയ്യടാ മനമേ, താങ്ക് യു പറഞ്ഞില്ലല്ലോ എന്ന് വെച്ച് വന്നാ താനൊരു വലിയ ജങ്കുക്കാ. ജങ്കുക്കാ? ഞാൻ കുക്കൊന്നുമല്ല. കൊണ്ട് ജങ്കുക്കിനെ പോലും അറിയത്തില്ല. ഇങ്ങേറിന്റെ പിന്നാലെ ഞാൻ വരത്രേ. എക്സ്ക്യൂസ് മീ, ഐ ഡു ഹാവ് സം സ്റ്റാൻഡേർഡ്സ്. എന്തോ ഒരു ഉപകാരം ചെയ്തിട്ട് താങ്ക്സ് പറയാൻ വന്നപ്പോഴേക്കും വലിയ ഷാറൂഖ് ഖാൻ കളിക്കുക അങ്ങേര്. ജങ്കുക്കിനെ പോലും അറിയാത്തൊരു മനുഷ്യന്റെ പിന്നാലെ ഞാൻ വരണത്രേ. താങ്ക് യു ആൻഡ് ബൈ. കാന്താരി അല്ല, എവനാടി ജങ്കുക്ക്? ഓ യു അഗെയിൻ. ഹേ മാൻ, നീ അടിയുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ക്യാൻറ്റീന് മൊത്തം അതായിരുന്നു ചർച്ച. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. ആ പിന്നെ സസ്പെൻഷൻ കിട്ടാത്തത് ഭാഗ്യം. അതിന് നീ എന്ന് സസ്പെൻഷനിലാണല്ലോ. ഈ ആട്ടാ ഒരുപാട് കിണിക്കല്ലേ, പല്ലടിച്ച് താഴെ ഞാൻ. നീ ഇപ്പടി ഉരുണ്ട് മൂഞ്ചി വെച്ചാതാ ഉൻ പിന്നാടി പൊണ്ണുങ്ങളെ വെറമാട്ടാങ്ക മച്ചാ. നീ പേസാമ വായ മൂടിട്ട് വാടാ, അറിവ് കെട്ട മുണ്ടം. ഓ ഐ ലൈക്ക് ദാറ്റ്, ഐ ലൈക്ക് ദാറ്റ്. ലെറ്റ്സ് ഗോ ബേബി. ഇവനാണോ? ആഹാ, അടിയും വഴക്കും കഴിഞ്ഞ് കൊച്ചു പാപ്പം കുച്ചുവാ. അല്ല, ചാരായം കച്ചുവരുന്നു. ഓ ഹ്യൂമർ സെൻസ്, ഐ ലൈക്ക് ഇറ്റ്. അല്ല, നീ എന്താ ഈ ഫോണിൽ നോക്കുന്നേ? ഓ ജങ്കുക്ക്, നിങ്ങക്ക് ഇവനറിയോ? അറിയോന്നാ? എടാ ഇതാണ് BTS ജങ്കുക്ക്. BTS ഇത് മറ്റേ കൊറിയയിലെ ആൾക്കാര്. ആ അതന്നെ BTS, മറ്റേ കൊറിയയിലെ പോപ്പ് ബാൻഡ്. അതിലെന്താ മെമ്പറാണ് ഈ ചെറുക്കൻ ജങ്കുക്ക്. അല്ല, ഇതൊക്കെ ഇങ്ങക്ക് എങ്ങനെ അറിയാം? എടാ, യു നോ ഐ ഹാവ് എ സിസ്റ്റർ. ആ ചുള്ളിക്കപ്പി BTSന്റെ ഫാനാണ്. രാവിലെ എനിക്കും ഒരു പാട്ടിടും. എന്താണ്, പിച്ചി നുള്ളി മച്ചി മുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. അത് പോരായിട്ട് ചുമരമേ ഫുള്ളി ഏഴടത്തിന്റെ ചിത്രവും. രാത്രി ഫയർന്ന് പറഞ്ഞൊരു പാട്ടിടും. ഉറങ്ങിക്കിടക്കുന്ന എല്ലാത്തിനും എഴുന്നേൽപ്പിക്കുക കഴുത. ഇപ്പൊ അവള് കാരണം എന്റെ അമ്മ പോലും ഞാൻ വീട്ടിൽ കയറുമ്പോ എന്താ പറയാറില്ലെന്നറിയോ? അന്യാസയോ മോനേന്ന്. അന്യാസയോ എന്നുവെച്ചാ? അന്യാസയോന്നല്ല, അന്യാസയോ. ഞാൻ ആദ്യം കരുതിയത് അലവലാതീതായിരിക്കുന്ന, പിന്നെ മനസ്സിലായി അവരുടെ ഭാഷയിലെ നമസ്കാരം എന്നാണത്രേ. ഓ അങ്ങനെ. അല്ല, നിനക്ക് എന്തിനാണ് ഇപ്പൊ BTSലെ ജങ്കുക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട്? ആ അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവനെ കണ്ടു. ഇവനാണ് കാണാൻ എന്നെ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എന്താന്ന് നോക്കിയതാ. എനിക്ക് ലൈബ്രറിയിൽ ഒന്ന് പോണം. പോയിട്ട് ബൈ. സംതിങ് മത്തി. ഹായ് ഈശാനേട്ടാ. എന്താ? അത് ഞാൻ ഡാൻസ് ഗ്രൂപ്പിൽ ചേർന്നു. ഓക്കെ, സോ അതല്ല, ഞാൻ ഏട്ടനുള്ളതുകൊണ്ടാ ചേർന്നേ. ഡാൻസിനോട് താല്പര്യമില്ലാതെ വെറുതെ വന്ന് ചേരുന്നതിൽ ഒരു ഉപകാരവും ഇല്ല. അയ്യോ അങ്ങനല്ല, ഐ ലവ് ഡാൻസ് ആൻഡ് ഐ ലൈക്ക് യു ടു. സോറി, നോട്ട് ഇൻട്രസ്റ്റഡ്. ബട്ട് വൈ? ലുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലാന്ന്. ആൻഡ് ഓൾസോ യു ആർ നോട്ട് മൈ ടൈപ്പ്. Then who is your type? മൈ ടൈം. Hey Madhasri, finally I met him. മിത്ര,
ഇന്ന് നിന്നെ പോലെ ഒരാളെ ഞാൻ കണ്ടത്. നിന്റെ അതേ കോൺഫിഡൻസ്, ആ ഒരു ബോൾഡ്നെസ്. പക്ഷെ അഹങ്കാരം അത് അവൾക്ക് കൂടുതൽ. അത് മാത്രല്ല, തുറന്നടയ്ക്കുന്നില്ല പെണ്ണ്. എല്ലാരും നിന്നെ പോലെ ആവില്ലല്ലോ. മോളെ ശ്രീഷ, സമയായി, എഴുന്നേക്കടാ. വരുന്നു ജനാമ. ഗുഡ് മോർണിംഗ് ജനാമ. ഗുഡ് മോർണിംഗ് ശ്രീഷ മോളെ, വാ ഇരിക്ക്. ഇതാ നിന്റെ ഫേവറേറ്റ് ബ്ലാക്ക് കോഫി. പിന്നെ മോളെ ഞാൻ ചോദിക്കണോന്ന് കരുതിയതാ, ഇപ്പൊ റൂമിലെ ലൈറ്റ് ഭയങ്കര ലേറ്റ് ആയിട്ടാണല്ലോ ഓഫ് ചെയ്യുന്നത്. എന്തുപറ്റി? അമ്മയുടെ കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഉറങ്ങാറ്? ഇതൊന്നും അല്ല ജനാമ, കോളേജിലെ കുറച്ച് തിങ്കിങ്. ഈ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ. എന്ത് തിങ്കിങ് ആണോ എന്തോ. അത് ശരി, കോളേജ് തുടങ്ങി 1 വീക്ക് ആയില്ലേ? നീ ഗ്രൂപ്പിൽ ഏതിലൊക്കെ ചേർന്നോ? ഇല്ല ജനാമ, ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഒരു ഗ്രൂപ്പിൽ ചേരണമെന്ന് എന്റെ മനസ്സിലുണ്ട്. നോക്കാം. എന്തായാലും മോള് ചെന്ന് റെഡി ആവ്. അച്ഛൻ നേരത്തെ പോയിട്ടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം മോളെ. വേണ്ട ജനാമ, ഞാൻ പൊക്കോളാം. ആണോ? എന്നാ പിന്നെ മോള് ചെന്ന് റെഡി ആവ്. ഇനിയിപ്പൊ ലേറ്റ് ആവേണ്ട ഇറങ്ങാൻ വേണ്ടിട്ട്. ഓക്കെ ജനാമ. ബൈ ജനാമ, പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ, രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ചാവാൻ പോവാ. നീ ഒരു തമന്ന വല്ലോണോ? മാറി നിന്ന് കളിക്കാൻ കിട്ടി. ബസ് പോയി. അല്ല, ബസ് പോയതിന് നീ എന്തിനാ ചിരിക്കുന്നേ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ ഇനി എങ്ങനെ കോളേജിൽ പോകും? എന്റെ വണ്ടിക്ക് തല വെക്കാൻ വന്ന പോലെ വേറെ ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ തല വെച്ചാ മതി. ജീവനുണ്ടെ കാണാം. ബൈ. നിക്ക്, എന്നെയും കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോവാനാ? എങ്ങോട്ട്? കൈലാസത്തേക്ക്. സോറി, ഡാഗിനികളെ കൈലാസത്ത് കേട്ടാറില്ല. പാതാളത്ത് മേ ബി കേട്ടുമായിരിക്കും. ചെന്ന് നോക്കൂ കേട്ടോ. പ്ലീസ്. ഫസ്റ്റ് ക്ലാസ് തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി ആണ്. ടൈമിൽ എത്തില്ലെങ്കിൽ മിസ് ഉറപ്പായിട്ട് ഫുൾ ഡേ അറ്റൻഡൻസ് കളയും. ഡെയിലി ഇതേ പോകാറില്ലല്ലേ? ഒരു ദിവസമല്ലേ എന്നെ കൊണ്ട് പോകാൻ പറയണം. പ്ലീസ്. നടക്കൂല. വേറെ ആരുടെയും ലിഫ്റ്റ് ചോദിച്ചിട്ട് ചെന്നാ മതി. ആരെയും എനിക്ക് ലിഫ്റ്റ് തന്നെ തട്ടിക്കൊണ്ടുപോയി വല്ല ചൈനക്കാർക്ക് വിറ്റാലോ? അയ്യോ, എനിക്ക് കപ്പലിൽ പോയി ഛർദിക്കാൻ വരും. എന്റെ വീട്ടുകാർക്ക് ഞാനല്ലാതെ വേറെ ആരാണല്ലേ? റോട്ടിൽ കിടന്ന് നിലവിളിക്കാതെ വേണേ ആൾക്കാര് നോക്കുന്നു. ഇതിനെ കൊണ്ട് വല്ല ശല്യായാലോ? ശരി, കേറാൻ കിട്ടും പുല്ല്. കുറച്ച് സ്പീഡിൽ പോവോ? ഇതെന്താണെന്ന് ഒച്ചയേ. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ വാക്ക് നീ സിബിട്ടടി വണ്ടി കയറി ഇരുന്നാ മതി. അല്ലെങ്കിൽ വല്ല കൊക്കയില് നിന്നെ ഞാൻ വലിച്ചെറിയും. കൊക്കേന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ. കുടിക്കണേന്ന് പോയപ്പോഴൊരു കഥ. ഇത്ര ഇവിടെ എത്തിയോ? എന്റെ അമ്മോ, എത്തിയല്ലോ. ഇറങ്ങിപ്പോയേ. ബൈ. നീ ഏതാളെയാണ്ടാ വണ്ടി കൊണ്ടുവന്നേ? ഞാൻ ഏത് പെണ്ണിനെ കൊണ്ടുവരാൻ? നിന്റെ ബൈക്കിന്റെ പിന്നാലെ ഇറങ്ങിപ്പോയ പെണ്ണ് ഏതാന്ന്? എന്റെ ബൈക്കിന്റെ പിന്നാലെ ഏത് പെണ്ണ്? ഓടാവുന്നു. ഞാൻ കണ്ടതാണല്ലോ നിന്റെ ബൈക്കിന്റെ പെണ്ണ് ഇറങ്ങിപ്പോകുന്നത്. നീ കണ്ടെന്ന് പറഞ്ഞ് പെണ്ണ് ഉണ്ടെന്നാവില്ലല്ലോ. അത് പോയിന്റാണ്. പക്ഷെ ഞാൻ കണ്ടല്ലോ ടോപ്പും ജീൻസ് വിട്ട പെണ്ണിനെ. ഈ പെണ്ണ് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം ഉള്ളവന്. നിന്റെ കണ്ണിന് എന്തോ നല്ല പ്രശ്നമുണ്ട്. നീ വന്നേ, കോളേജ് തുടങ്ങാറായി. എന്നാലും എന്തോ ഒരു. സ്റ്റുഡൻസ് എല്ലാരും അവരവന്റെ ഗ്രൂപ്പ് തെരഞ്ഞെടുത്തല്ലോ. കാരണം എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ശ്രീഷ, നീ ചൂസ് ചെയ്തോ ഗ്രൂപ്പ് ഏതാന്ന്? ഗ്രൂപ്പൊക്കെ ഞാൻ ചൂസ് ചെയ്ത്, പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ കോഴിക്കറി ആയിരുന്നാ മതിയായിരുന്നു. ഹായ് ചേട്ടാ. ഹലോ ചേട്ടാ. ഈ കുട്ടിപ്പിശാചുകൾക്ക് എന്താ ഇവിടെ കാര്യം? എന്ത് വേണം? ചേട്ടൻ ഫ്രീ ആണോ? ഞാൻ ഒട്ടും ഫ്രീ അല്ല. ഗെറ്റ് ഔട്ട്. വേഗം ഇറങ്ങിക്കോ.
അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ, എന്നെയും കൂടെ ഡാൻസിന് എടുക്കൂ പ്ലീസ്. അയ്യോ ഞാനെടുക്കൂല, കുത്തമ്മീനാറല്ലേ എന്നെ കണ്ട് നീ പേടിച്ചാലോ. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ് ചേട്ടാ, എന്നെ കൂടെ എടുക്കോ. പറ്റത്തില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല, അത്ര തന്നെ, ഇറങ്ങിക്കോ. മമ്മി ഇത് മറ്റേ ഗംഗേ ഇതല്ലേ? എന്താ വിശേഷം അവിടെ നടക്കുന്നേ? എടാ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിച്ചാത്തൻ, അത് ഇത് ഇവളാ. Oh, that chill girl. Hi, girl. Nice to meet you. I'm Sanjay. Hi, I'm Srisha and this is my friend. Hi, I'm Kartika. Kartika. Kartu. Nice name. മതി മതി സംസാരിച്ചത്, നിങ്ങൾ പോയേ. അയ്യോ അങ്ങനെ പറയില്ല ചേട്ടാ പ്ലീസ്, ഞാൻ എന്ത് വേണേ ചെയ്യാം. പാവൊക്കെ ചിത്രം പറയില്ലേ, ഒന്ന് ഡാൻസ് കളിപ്പിച്ച് നോക്ക്. ശരി ഓക്കെ, എന്നാ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനോട് ഒരു ഡാൻസ് കളിക്ക്. അയ്യോ ഇപ്പോഴോ? എനിക്ക് നാടാവും. ഇവളെന്താ ഇവിടെ? മേഡത്തിന് ഡാൻസ് ഗ്രൂപ്പിൽ ചേരാൻ ഒരു ആഗ്രഹം, അതാ വന്നിരിക്കുന്നത്. ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കണ പോലത്തെ കുട്ടിക്കളിയൊന്നുമല്ല, അതിനൊക്കെ കുറച്ച് ആത്മാർത്ഥത വേണം. വിശ്വേട്ടാ ഞാൻ ഡാൻസ് കളിക്കാൻ റെഡിയാ. എങ്കിൽ പിന്നെ നിന്റെ ഫേവറേറ്റ് മ്യൂസിക് ഇതാ, അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. എന്റെ മോനെ. ശ്രീഷ, യു ആർ സെലക്ടഡ്. ഹലോ എങ്ങോട്ടാ പോന്നെ? പറഞ്ഞിട്ട് പോ. എന്റെ ഡാൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തോ ഇല്ലയോന്ന്? Yes, you did. But you can be like her. മിസ്റ്റർ ഇഷാൻ, ആർക്കും ആരെ പോലെ ആവാനും പറ്റത്തില്ല എന്ന് കരുതി അവർക്ക് മാത്രമേ സ്നേഹിക്കാൻ അറിയാവുള്ളൂ എന്നുള്ള ഈ മെന്റാലിറ്റി മാറ്റിക്കോണം. I don't want to become like anyone. I want to be a someone. നിന്നോട് ആരെയും മറക്കാനല്ല പറയുന്നേ, നിന്നെ നീ മറക്കാതിരുന്നാ മതി.